ആന്റോ ആന്റണി എം പി പത്തനംതിട്ടയിൽ നിന്ന് വീണ്ടും ജനവിധി തേടുമെന്ന് പത്തനംതിട്ട DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ. ആന്റോ ആന്റണി മണ്ഡലം മാറണമെന്ന് ആവശ്യപ്പെട്ടു എന്നത് വ്യാജ പ്രചാരണമാണെന്നും സതീഷ് കൊച്ചുപറമ്പിൽ 24-നോട്. അത് പരാജയ ഭീതി പൂണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇറക്കിയിരിക്കുന്ന ഒരു വാർത്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രചാരണം പാർട്ടി ഇതുവരെ തീരുമാനിച്ചിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല. ആ വാർത്ത അടിസ്ഥാനരഹിതമാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ശ്രീ ആന്റോ ആന്റണിക്ക് സിറ്റിംഗ് MP എന്നുള്ള നിലയിൽ ഈ പ്രാവശ്യമുള്ളത്. ഈ നിയോജക മണ്ഡലത്തിൽ അങ്ങനെയുള്ള വലിയ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. SKN ഗുഡ് മോർണിംഗ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആന്റോ ആന്റണി സീറ്റ് മാറ്റി ചോദിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. ഇത് ആ ഒരു ഘട്ടത്തിൽ നിഷേധിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ആന്റോ ആന്റണിയുടെ ഒരു പ്രതികരണം നമ്മൾ തേടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹവും കാര്യമായ രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരട്ടെ, അതിനുശേഷം പ്രതികരിക്കാം, അല്ലാതെ ഒന്നും തന്നെ പ്രതികരിക്കില്ല, അത് ഹൈക്കമാൻഡിൻ്റെയും KPCCയുടെയും നിർദ്ദേശമാണ് എന്നായിരുന്നു ആന്റോ ആന്റണി പറഞ്ഞിരുന്നത്. പക്ഷേ DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ തുറന്നടിക്കുകയാണ്. അതെല്ലാം വ്യാജ പ്രചരണം മാത്രമാണ്. നല്ല MP ആണ്, നല്ല ജനപ്രതിനിധിയാണ് ആന്റോ ആന്റണി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ മത്സരിച്ചാൽ വിജയിക്കും. ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ നിന്ന് മാറേണ്ട കാര്യമില്ല, ആന്റോ ആന്റണി തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് പത്തനംതിട്ട DCCയുടെ അമരക്കാരൻ തന്നെ വ്യക്തമാക്കുകയാണ്. അതായത് ഒരു തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയാണ്. നിലവിൽ സീറ്റ് മാറ്റി ചോദിച്ചു, അദ്ദേഹം കോട്ടയത്തേക്ക് മാറാൻ താല്പര്യപ്പെടുന്ന തരത്തിലായിരുന്നു വാർത്തകളുള്ളത്. അതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കുപ്രചരണം മാത്രമാണ് എന്നാണ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ 24-നോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് രംഗം കളറാവുകയാണ്. ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ തന്നെ മത്സരിക്കുന്നു. PC ജോർജ് BJP സ്ഥാനാർത്ഥിയായി വരുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി കാര്യത്തിൽ മാത്രമേ 2 പേരുകളുള്ളൂ. അതൊന്ന് തോമസ് ഐസക്കിൻ്റെയും മറ്റൊന്ന് രാജു അബ്രഹാമിൻ്റെതുമാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ തന്നെ ഇക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് പറയുന്നത് പത്തനംതിട്ട DCCയുടെ അധ്യക്ഷൻ തന്നെയാണ്. SK. താങ്ക് യു ശ്രീജിത്ത് ശ്രീകുമാരൻ.